ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈക്കോളജി ആൻഡ് ലിറ്ററേച്ചർ ഇൻ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള ഷോർട്ട് സ്റ്റോറികളിൽ ഒന്നായ ദി ഗിഫ്റ്റ് ഓഫ് മാഗിയെ കുറിച്ചാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഒ ഹെൻറി അഥവാ വില്യം സിഡ്നി പോർട്ടർ എന്ന അമേരിക്കൻ എഴുത്തുകാരനാണ്. ഈ വില്യം സിഡ്നി പോർട്ടർ ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കേസിന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് ജയിലിൽ അകപ്പെടുകയും ഏകദേശം 5 വർഷത്തോളം കഴിഞ്ഞ് അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു. ഈ 5 വർഷക്കാലം അദ്ദേഹം ജയിലിനുള്ളിൽ നിന്ന് ഒരുപാട് ഷോർട്ട് സ്റ്റോറികൾ എഴുതി പ്രസാധകർക്ക് അയച്ചു കൊടുത്തു. ഒ ഹെൻറി എന്ന ആ ഒരു പെന്നേമില് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം മറച്ചു വെച്ചുകൊണ്ട് ഒ ഹെൻറി എന്ന ആ ഒരു പേരിൽ ഒരുപാട് കഥകൾ എഴുതിക്കൊണ്ട് പ്രസാധകർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം റിലീസ് ആകുമ്പോഴേക്ക് വളരെ അറിയപ്പെട്ട ഒരു എഴുത്തുകാരനായിട്ട് മാറിയിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇന്ന് നമ്മൾ നേരെ ആ ഒരു കഥയിലേക്ക് പോകാം. ദി ഗിഫ്റ്റ് ഓഫ് മാഗി. ഡെല്ല എന്ന ഒരു യുവതി തൻ്റെ ഭർത്താവിനെ കാത്തുകൊണ്ട് ഒരു ക്രിസ്മസിന്റെ തലേ ദിവസം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ ഭർത്താവിന് ക്രിസ്മസിന്റെ അന്ന് വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റ് നൽകണം. അതാണ് അവളുടെ ഒരു പ്ലാന്. അതിനു വേണ്ടിയിട്ട് അവൾ ഏതാനും നാണയത്തുട്ടുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അവർ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. അവളുടെ ഭർത്താവായ ജെയിംസ് ഒരു ജോലിക്ക് പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ആഴ്ചയിൽ ഏകദേശം $20 മാത്രമാണ് സാലറി കിട്ടുന്നത്. ആ ഒരു $20 വെച്ചുകൊണ്ട് അവരുടെ ജീവിത ചെലവുകൾ നോക്കണം, അതേപോലെ അവരുടെ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഈ ഒരു ചെലവുകളിൽ നിന്നൊക്കെ ഏതാനും തുട്ടുകൾ മാറ്റി വെച്ചുകൊണ്ട് ഡെല്ല ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കിയിരുന്നു. കാരണം ക്രിസ്മസിന്റെ അന്ന് തന്റെ ഭർത്താവിന് മനോഹരമായ ഒരു സമ്മാനം നൽകണം എന്ന ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ വീട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് ഇവർ രണ്ടുപേരും കരുതിയിരിക്കുന്ന 2 കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന് തന്റെ ഭർത്താവിന് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വാച്ച്. ആ വാച്ചിൽ എപ്പോഴും ഭർത്താവ് വളരെയധികം പ്രൗഢിയോടുകൂടി പറയുകയും അതേപോലെ അഹങ്കരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം ഇഷ്ടമായിരുന്നു പാരമ്പര്യമായിട്ട് കിട്ടിയ ആ ഒരു വാച്ച്. പക്ഷെ ഇപ്പോൾ ആ വാച്ചിന്റെ സ്ട്രാപ്പൊക്കെ കാലപ്പഴക്കം വന്നുകൊണ്ട് കേട് വന്നിരിക്കുകയാണ്, ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് പുതിയൊരു സ്ട്രാപ്പ് വാങ്ങിയിട്ട് തൻ്റെ ഭർത്താവിന് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡെല്ല തൻ്റെ ഭർത്താവിനോടൊന്നും പറയാതെ നാണയത്തുട്ടുകളെല്ലാം മാറ്റിവെച്ചത്. അങ്ങനെ ക്രിസ്മസിന്റെ തലേ ദിവസമായ അന്ന് അവള് ആ നാണയത്തുട്ടുകളൊക്കെ എണ്ണി നോക്കി. പക്ഷെ തൻ്റെ ഭർത്താവിന് കൊടുക്കാനുള്ള ആ ഒരു ഗിഫ്റ്റ് വാങ്ങാനുള്ള സംഖ്യ അത്രത്തോളം ഈ ഒരു സംഖ്യ ആയിട്ടില്ല. ഇനിയും വേണം കുറച്ചുകൂടി ഡോളേഴ്സ്. അപ്പൊ ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഡെല്ല ഒരു തീരുമാനത്തിലെത്തി. ആ വീട്ടിലെ 2 വിലപിടിപ്പുള്ള കാര്യങ്ങളിൽ ഒന്ന് ഭർത്താവിന്റെ വാച്ചും രണ്ടാമത്തേത് അവളുടെ മുടിയുമായിരുന്നു. വളരെ മനോഹരമായ തവിട്ടു നിറത്തിലുള്ള വെള്ളച്ചാട്ടം പോലെയുള്ള മനോഹരമായ അവളുടെ മുടിയായിരുന്നു രണ്ടാമത്തെ വിലപിടിപ്പുള്ള ആ വീട്ടിലെ സാധനം. അപ്പോൾ ഡെല്ല ഒരു തീരുമാനത്തിലെത്തി. ഈ മുടി മുറിച്ച് വിറ്റാൻ കിട്ടുന്ന $1 കൂടി ചേർത്തുകൊണ്ട് തന്റെ ഭർത്താവിന് ഗിഫ്റ്റ് വാങ്ങാനുള്ള സ്ട്രാപ്പ് വാങ്ങാം എന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെ അവൾ തെരുവിലേക്ക് ഇറങ്ങുകയും തെരുവിലൂടെ നടന്നുകൊണ്ട് ഈ മുടി മുറിച്ച് വിറ്റാൽ കാശ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവൾ നടക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന് ഹെയർ ഗുഡ്സ് ഫോർ ഓൾ കൈൻഡ് എന്ന ഒരു കട അവൾ കാണുകയും ആ കടയിൽ കയറിക്കൊണ്ട് അവൾ ചോദിച്ചു, എൻ്റെ ഈ ഒരു മുടി മുറിച്ചാൽ എത്ര $1 കിട്ടുമെന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെ സ്ട്രാപ്പ് വാങ്ങാനുള്ള ആ ഒരു സംഖ്യ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ടല്ല മുടി മുറിച്ച് വിറ്റ് പുതിയ ഒരു സ്ട്രാപ്പ് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. അങ്ങനെ അവള് ഭർത്താവ് വരുമ്പോഴേക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ തയ്യാർ ചെയ്ത് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഭർത്താവിനെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവൾ കാത്തിരുന്നു. അങ്ങനെ ഭർത്താവായ ജെയിംസ് വീട്ടിലേക്ക് കയറി വന്നു. അങ്ങനെ വീട്ടിൽ എത്തിയ ഉടനെ തന്നെ ഭർത്താവിന്റെ മുമ്പിലേക്ക് ഈ ഒരു സ്ട്രാപ്പ് അവള് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പൊ ഈ സ്ട്രാപ്പ് കണ്ട ഉടനെ ജെയിംസ് അല്പനേരം അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഒന്നും പറയാതെ മുഖത്ത് ചില ഭാവഭേദങ്ങളുമായിട്ട് ഇങ്ങനെ അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് കണ്ടുകൊണ്ട് അവൾക്ക് വളരെയധികം വിഷമം തോന്നി. കാരണം തന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ലേ താനീ ചെയ്തത് എന്ന് അവൾക്ക് തോന്നി. കാരണം തന്റെ ഈ മുടി മുറിച്ചത് കാഴ്ച കൂടി കണ്ടുകൊണ്ടാണ് ജെയിംസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവൾ ചോദിച്ചു, എന്താ ഞാൻ ചെയ്തതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ, എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളിങ്ങനെ നിന്നു. അപ്പൊ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജെയിംസ് പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത്, അത് ഞാൻ പിന്നീട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടേക്കിരുന്നു. അങ്ങനെ തൻ്റെ കയ്യിലുള്ള ഒരു പൊതി
ബെല്ലയ്ക്ക് കാണിച്ചു കൊടുത്തു. അതായത് ക്രിസ്മസിന്റെ തലേ ദിവസം ബെല്ലയ്ക്കും ഒരു സമ്മാനം കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ജെയിംസ് വാങ്ങിക്കൊണ്ടുവന്നത് ഏതാനും ചീർപ്പിന്റെ ഒരു പാക്കറ്റായിരുന്നു. കാരണം അവര് മുമ്പൊക്കെ തെരുവിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആ കടയിൽ നോക്കിക്കൊണ്ട് ബെല്ല പറയുമായിരുന്നു ആ ചീർപ്പ് എത്ര മനോഹരമാണ് എന്ന്. കാരണം അവൾക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭർത്താവായ ജെയിംസ് അന്ന് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്റെ ഭാര്യയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ ആ ഒരു ചീർപ്പ് സെറ്റ് കൂടി വാങ്ങിക്കൊണ്ടായിരുന്നു വന്നത്. അപ്പൊ ഈ ചീർപ്പ് സെറ്റ് ഇനി എങ്ങനെ ഈ മുടിയിൽ ഉപയോഗിക്കും എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ നിന്നെ ഉത്കണ്ഠാപൂർവ്വം നോക്കി നിന്നത് എന്ന് ജെയിംസ് ഡെല്ലയോട് പറയുകയും ചെയ്തു. ഡെല്ല തന്റെ സമ്മാനപ്പൊതി കൊടുത്ത സമയത്ത് ഡെല്ല ചോദിച്ചു, എവിടെ നിങ്ങളെ വാച്ച് കാണിക്കോ, നമുക്ക് അതിൽ ആ സ്ട്രാപ്പ് വെക്കാം എന്ന് പറഞ്ഞു. ആ സ്ട്രാപ്പ് വെക്കാം, നിങ്ങളെ വാച്ച് കാണിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ജെയിംസ് ആകെ പരവശനാവുകയും ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയും ചെയ്തു. കാരണം തൻ്റെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട്, ആ ചീർപ്പ് സെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ജെയിംസ് തൻ്റെ വാച്ച് വിറ്റിട്ടാണ് ആ ഒരു ഡോളർ കണ്ടെത്തിയത്. വാച്ച് വിറ്റാണ് ഈ ചീർപ്പ് സെറ്റ് വാങ്ങിയിട്ട് ഡെല്ലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വന്നത്. ഡെല്ല വാങ്ങിയ സ്ട്രാപ്പ് ഉപയോഗിക്കാൻ വാച്ചും ജെയിംസിന്റെ കയ്യിലില്ല. ജെയിംസ് വാങ്ങിയ ചീർപ്പ് സെറ്റ് ഉപയോഗിക്കാനുള്ള മുടി ഡെല്ലയുടെ തലയിലും ഇല്ല. ഇത് രണ്ടുപേർക്കും ഉപയോഗിക്കാൻ പറ്റാതെ അവർ നിർനിമേഷരായി കുറച്ചു സമയം അവിടെ നിന്നുപോയി. എന്നിട്ടൊന്നും പറയാതെ നമുക്കിനി ഭക്ഷണം കേൾക്കാം എന്നവർ പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കേൾക്കുകയും അവരുടെ ആ ഒരു ക്രിസ്മസ് അങ്ങനെ കഴിയുകയും ചെയ്തു. ഇതാണ് ദ ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന് പറഞ്ഞ ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വില്യം സിഡ്നി പോർട്ടറാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകളുണ്ട്. ദ റിട്രൈവ്ഡ് റിഫോർമേഷൻ, ദ കോപ്പ് ആൻഡ് ദി ആന്തം, ദ ലാസ്റ്റ് ലീഫ്, ഇതൊക്കെ വളരെ മനോഹരമായ കഥകളാണ്. ആ കഥകളൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇതേപോലെ ചർച്ച ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.